ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചിക്കൻ ഫ്രൈയുടെ കൂടെയും അതുപോലെ തന്നെ എന്തെങ്കിലും ബട്ടർ ചിക്കൻ പോലത്തെ കറിയുടെ കൂടെയും ഗ്രിൽ ചിക്കൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടുക്കനായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളിത് റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. പൊറോട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്ന അത്രയും മെനക്കെടൊന്നുമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. കൈ പൊള്ളരുത്, അത്രയും ചൂടേ പാടുള്ളൂ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് റവ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയാണ്. അപ്പോൾ 2 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ പൊടിയാക്കി എടുക്കണം. നല്ല പൗഡർ മാതിരി ആക്കി എടുക്കണം. അതിനുശേഷം ഞാൻ ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇപ്പോൾ പൊങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഈസ്റ്റ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിൽ കുഴച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈസ്റ്റിൻ്റെ വെള്ളം മൊത്തമായിട്ട് ചേർക്കേണ്ടി വരും ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. ആദ്യം കാണുമ്പോൾ കുറച്ച് ലൂസാന്ന് തോന്നും, പക്ഷെ റവയാണ്, വെള്ളം കുടിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇത് കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. നമ്മൾ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് കുഴക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തമായിട്ട് നമുക്ക് ബൗളിലും മേലെയൊക്കെ ആയിട്ട് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ വെക്കുക. നന്നായിട്ട് പൊങ്ങാൻ 1 മണിക്കൂർ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ച് സമയം എടുക്കും. അടച്ച് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കത് റെഡിയാക്കി എടുക്കാം. ഞാനിത് കുറച്ച് കട്ടിയിലുള്ള ഒന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കുബൂസ് പോലെയല്ല. നിങ്ങൾക്ക് ഇത് കുബൂസ് പോലെയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 പീസൊക്കെ ആക്കി ചെയ്യാണ് കുറച്ചുകൂടെ തിന്നായിട്ട് കിട്ടും. അപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്തില്ല, ഒരു ബണ്ണ് മാതിരി കിട്ടാനായിട്ടാണ് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നോർമൽ നമ്മൾ പരത്തുന്ന പോലെ തന്നെ പൊടിയിട്ടിട്ട് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കണ്ട, കാരണം നമ്മൾ ഇത് എടുക്കുന്ന പാനിൻ്റെ വട്ടത്തിനനുസരിച്ച് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ ബാക്കി കൈ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓൾറെഡി ഞാൻ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ഇത് വെച്ചിട്ട് നമുക്കിത് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ വലുപ്പത്തിൽ വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനൊന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അടിയിൽ ഒരു ദോശക്കല്ല് വെക്കണം. എന്തെങ്കിലും വെച്ചിട്ടേ നമ്മൾ അതിൻ്റെ മേലെ ഇത് വെക്കാവുള്ളൂ. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനൊന്ന് മറിച്ചിടുന്നുണ്ട്. സമയമൊന്നും പറയുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കട്ടിക്കനുസരിച്ചിരിക്കും സമയം. അപ്പോൾ 2 പാനിലായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതിന് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിച്ചാൽ മതി. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ റവ വെച്ചിട്ടുള്ള കുബൂസ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് കുബൂസിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ മിൽക്ക് പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ മേൽഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് മേൽഭാഗമൊക്കെ. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ചൂടോടെ കഴിക്കുമ്പോൾ
ഉള്ളിൽ നല്ല ബണ്ണ് മാതിരി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. നമുക്ക് കറി കൂട്ടിയിട്ടാണെങ്കിലും ഗ്രിൽ ചിക്കൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതുപോലത്തെ കിഴക്കൻ റെസിപ്പീസ് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.